റഷ്യയുമായി വമ്പൻ വ്യാപാരത്തിനൊരുങ്ങി ഇന്ത്യ. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് തുറക്കപ്പെടുന്നത്. റഷ്യയുമായുള്ള ബന്ധം കേവലം ഇന്ധന ഇറക്കുമതിയിൽ മാത്രം ഒതുങ്ങാതെ വമ്പൻ വ്യാപാര കരാറുകളിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. അമേരിക്കയും യൂറോപ്പും നൽകുന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയും മറ്റ് യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയും റഷ്യയും ഉൾപ്പെടുന്ന യൂറോ ഏഷ്യൻ എക്കണോമിക്സ് യൂണിയനും തമ്മിലുള്ള പ്രത്യേക വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയതായി റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഓവർചുക്ക് അറിയിച്ചു. റഷ്യ, അർമേനിയ, ബെലാറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് യൂറോ ഏഷ്യൻ എക്കണോമിക്സ് യൂണിയൻ. ഇന്ത്യയും ഈ രാജ്യങ്ങളും ചേരുന്നതോടെ ഏകദേശം 220 കോടി ജനങ്ങളുള്ള ഒരു കൂറ്റൻ വിപണിയായി ഇത് മാറും. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഈ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കും. പകരമായി റഷ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിലെ വലിയ വിപണിയും പ്രയോജനപ്പെടുത്താം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണിൽ നിന്ന് ഇന്ത്യക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കാണ് മുൻഗണന എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. റഷ്യയുമായി പുതിയ വ്യാപാര മേഖലയിൽ കണ്ടെത്താനുള്ള നീക്കം ഈ ഉറച്ച നിലപാടിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2030ഓടെ 100 ശതകോടി ഡോളറിൽ എത്തിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. 2024-25 കാലയളവിൽ വ്യാപാരം 67.7 ശതകോടി ഡോളറിൽ എത്തിക്കഴിഞ്ഞു. നിലവിൽ ഭൂരിഭാഗവും ഊർജ്ജ മേഖലയിലാണെങ്കിലും ഇനി മുതൽ മറ്റ് മേഖലയിലേക്കും ഇത് വ്യാപിക്കും. മരുന്ന് നിർമ്മാണം, കൃഷി, വ്യവസായ യന്ത്രങ്ങൾ, കെമിക്കൽ, സാങ്കേതിക വിദ്യ എന്നിവയാണ് പുതിയ വ്യാപാര മേഖലകൾ. ചരക്ക് നീക്കാനുള്ള സമയം കുറയ്ക്കുന്നതിനായി ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന പുതിയ പാതയും സജീവമാക്കും. ഇത് ദക്ഷിണേഷ്യയിൽ നിന്ന് യൂറോ ഏഷ്യൻ മേഖലയിലേക്ക് ഗതാഗത ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ യുഎസുമായുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി റഷ്യ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ഇന്ത്യ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരണം കൊണ്ടുവരികയാണെന്നും US അംബാസിഡർ സെർജിയോ ഗോർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാർ വളരെ വേഗം ഒപ്പിടുമെന്നും ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. AI ഇമ്പാക്ട് സബ്മിറ്റ് അനുബന്ധിച്ച് നടന്ന പാക് സിലിക്ക കൂട്ടായ്മയിലാണ് സെർജിയോ ഗോറിന്റെ പ്രതികരണം. എണ്ണയുടെ കാര്യത്തിൽ ഒരു ധാരണയുണ്ട്. ഇരു നേതാക്കളും തമ്മിൽ നടന്ന സ്വകാര്യ സംഭാഷണങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഇന്ത്യയെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല. ആരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ US-ന് താല്പര്യമില്ല. റഷ്യ യുക്രൈനും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റിന് നിർബന്ധമുണ്ട്. അതേസമയം റഷ്യ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമില്ല എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചുവെന്ന് US അവകാശവാദത്തിന് പിന്നാലെയാണ് റഷ്യയുടെ പുതിയ പ്രസ്താവന ഇറങ്ങിയത്. ഇന്ത്യയുടെ റഷ്യ എണ്ണ ഇറക്കുമതി ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നും ആഗോള വിപണിയിൽ സ്ഥിരത നിലനിർത്തുന്നു എന്നും റഷ്യ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചതായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് റഷ്യയുടെ പുതിയ പ്രസ്താവന വന്നത്. ഫെബ്രുവരി ആദ്യം ഇന്ത്യയുമായി വ്യാപാര കരാർ പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ ഇതുവരെ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. സ്വതന്ത്ര രാജ്യങ്ങളെ ഏത് രീതിയിലും പിടിച്ചെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെയും ഇത്തരം അവകാശവാദങ്ങൾ ഞങ്ങൾക്ക് പുതുമയൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് US ഈ പ്രസ്താവന നടത്തിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ US ഏർപ്പെടുത്തിയിരുന്ന തീരുവ 50% നിന്ന് 18% കുറയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.